ഏറെ വിവാദങ്ങൾക്കൊടുവിൽ ഇന്നലെ CBSE പരീക്ഷ റീ എക്സാം നടക്കുകയുണ്ടായി. തിരുവനന്തപുരത്ത് പട്ടത്തെ കേന്ദ്രീയ വിദ്യാലയ ഒരു സെൻ്ററായിരുന്നു. 2 കുട്ടികൾക്ക് ഇന്നലെ പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. അത് കുട്ടികളുടെ കുഴപ്പം എന്നും പറയാം. കാരണം 10:30 പരീക്ഷയ്ക്ക് 10 മണിക്ക് ഹാളിൽ എത്തണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. 10:10 വന്ന കുട്ടികളെ പോലും ഹാളിൽ കയറ്റിവിട്ടു. എന്നാൽ 10:15 ശേഷം 10:20 ആയി. എന്നിട്ടും അല്പം വൈകിയ 2 കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. ഇന്നലെ തിരുവനന്തപുരത്ത് പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിൽ സംഭവിച്ച വിശേഷങ്ങളാണ് ഈ കാഴ്ചയിൽ കാണുക. പിള്ളേരെ വെളിയിലായി ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരവിടെ കബറിനെ വിളിച്ചു വെച്ചിട്ട്
ശതമാനം ഒരിക്കലും താഴ്ന്നു എന്നും വരും. പോയില്ല, എല്ലാം ജയിച്ചു. പ്രതീക്ഷിച്ച മാർക്ക് അതേ ഉള്ളൂ. അല്ല ഏറ്റവും കുറവ് മാർക്ക് കുറയുമെന്ന് വെച്ചാൽ ഫിസിക്സ് അതിന് മാർക്കുണ്ട്. പക്ഷേ കെമിസ്ട്രിക്ക് മാർക്ക് കുറയും. അതുകൊണ്ട് അവരാണ് എൻട്രൻസ് ഉണ്ടോ ഇതുണ്ടോ എന്നാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ പേപ്പർ വേരിയേഷന് കൊടുത്തപ്പം മതിയായി. കുട്ടികളോടും രക്ഷകർത്താക്കളോടും പ്രത്യേക ശ്രദ്ധയ്ക്ക് കൃത്യസമയത്ത് എത്തി പരീക്ഷ എഴുതാൻ ഉള്ള തയ്യാറെടുപ്പ് നടത്തണം. ഒപ്പം CBSE-കാരോട് പറയാനുള്ളത്, ഈ രാവിലെയുള്ള പരീക്ഷ ഉച്ചയ്ക്ക് ആക്കിയാൽ കുറച്ച് നന്നായിരിക്കും. കാരണം രാവിലത്തെ ട്രാഫിക് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് പല കുട്ടികൾക്കും കൃത്യസമയത്ത്, അതായത് അവർ ഓടിപ്പടഞ്ഞൊക്കെയാണ് വന്ന് സ്വന്തം കാറിലും ഈ പറഞ്ഞ പോലെ സ്വന്തം കാറില്ലാത്തവരുണ്ട്. അങ്ങനെ ഈ പറയുന്ന നമ്മുടെ ഈ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഭാഗം, പിന്നെ ഒപ്പം ഇപ്പോൾ എല്ലായിടത്തും പണി നടക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടായി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് ഈ രാവിലെ ഉള്ള പരീക്ഷ ഒന്ന് ഉച്ചയ്ക്കാക്കിയാൽ CBSE-കാരോടൊരു അഭ്യർത്ഥനയാണ്. അത് രക്ഷകർത്താക്കളുടെയും ഒപ്പം വ്യക്തിപരമായ എൻ്റെയും ഒരു അഭിപ്രായമാണ്. ഈ അഭിപ്രായം അവർ മാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വാർത്തകളും വിശേഷങ്ങളും ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടേണ്ടതുണ്ട്. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.